നമുക്ക് ഇനി അറിയാനുള്ളത് ജിദ്ദയിൽ നിന്നുള്ള ചില വിവരങ്ങളാണ്. ഭീമമായ തുകയായിരുന്നു 34 കോടി എന്നത്. അത് നാട്ടുകാരുടെ ഒക്കെ സഹകരണത്തോടുകൂടി, സുമനസ്സുകളുടെ സഹായത്തോടുകൂടി അതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ജിദ്ദയിൽ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ രക്ഷാധികാരി അലുങ്കൽ മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴവിടെ യോഗം ചേർന്ന് ഈ സാഹചര്യത്തിൽ പുരോഗതി വിലയിരുത്തിയിട്ടുണ്ട്. നമുക്ക് ജലീൽ കണ്ണമംഗലം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ജിദ്ദയിൽ നിന്ന് 24 പ്രതിനിധി. ജലീൽ, ഇത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഇവിടെ നാട്ടിൽ. ഒരു ഉമ്മ 18 വർഷങ്ങൾക്ക് മുൻപ് കണ്ടതാണ് അവരുടെ മകനെ അവസാനമായി. ഇപ്പോൾ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മകന് 34 കോടി രൂപ ബ്ലഡ് മണിയായി നൽകേണ്ട തുക നല്ലവരായ നാട്ടുകാരുടെ സുമനസ്സുകളുടെ ഇടപെടൽ മൂലം ഇപ്പോൾ അത് സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജിദ്ദയിൽ ഇപ്പോൾ ആലുങ്കൽ മുഹമ്മദ് രക്ഷാധികാരിയായി രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിയോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നാം കണ്ടത്, കേട്ടത്. സമാനതകളില്ലാത്ത ഫണ്ട് റൈസിംഗ് ആണ് ഈ ഒരു ദിവസം മാത്രം നാം കണ്ടത്. ഇന്ന് രാവിലെ 24 കോടി ആയിരുന്നത് 30 കോടിയിലധികമായി ഈ സമയമാകുമ്പോഴേക്കും ഫണ്ട് റേസ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച വരെ 10% പോലും ആയിരുന്നില്ല ഫണ്ട്. അതുകൊണ്ട് തന്നെ ജിദ്ദയിൽ 24ന്റെ ചെയർമാൻ കൂടിയായ ആലുങ്കൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു സഹായ സമിതി, ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ആലുങ്കൽ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം 24 SKM തന്നെ ഈ ഫണ്ട് റൈസിംഗിൽ ആഹ്വാനം ചെയ്യുകയും ചെയ്തതോടുകൂടി സമാനതകളില്ലാത്ത ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് വന്നത്. 34 കോടി എന്നുള്ള ഒരു ലക്ഷ്യം, ഒന്ന് അസാധ്യമായ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ലക്ഷ്യം നാം കണ്ടിരിക്കുന്നു. ഇനി നമുക്ക് മുമ്പിലുള്ളത് ഈ ഫണ്ട്, നാട്ടിൽ സമാഹരിച്ച ഫണ്ട് സൗദിയിലേക്ക് ഈ 2-3 ദിവസത്തിനുള്ളിൽ സൗദിയിലേക്ക് എത്തിച്ച് അത് ഈ കുടുംബത്തെ അവരുടെ വക്കീൽ മുഖേന ഇന്ത്യൻ എംബസി വഴി ഈ കുടുംബത്തെ ഏൽപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകുക, അബ്ദുറഹീമിനെ മോചിപ്പിക്കുക, നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ്. ഈ കാര്യങ്ങളാണ് ഇനി സജീവമായിട്ട് നടക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ സഹായ സമിതി ഇന്ത്യൻ എംബസിയിൽ വെച്ച് ചർച്ച ചെയ്തിരുന്നു. ഈ ബന്ധപ്പെട്ട ഈ വക്കീലുമായി ഈ അടുത്ത ദിവസം ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ഏതായാലും വളരെ സന്തോഷകരമായ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസം പോലും ഈ മലയാളികൾ, സൗദിയിൽ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ പുറത്തിറങ്ങി ഇതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുകയായിരുന്നു. ഏതായാലും ആലുങ്കൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഇനി അരമണിക്കൂറിന് ശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി അബീർ മെഡിക്കൽ ഗ്രൂപ്പിൽ ചേരുകയാണ്. വളരെ സന്തോഷകരമായ കാര്യമാണ് ഇപ്പോൾ ഈ ഫണ്ട് നമ്മുടെ ഈ ലക്ഷ്യം കണ്ടു എന്നുള്ളത്. ഗോപീഷ്, ശരി. ഇനിയിപ്പോൾ ഈ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും ജലീൽ? ഇനി ഈ ബ്ലഡ് മണി എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ട്. അതിനു മുൻപ് തന്നെ മുഴുവൻ തുകയും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന നല്ല വാർത്തയാണ് നാട്ടിൽ നിന്ന് നൽകാനുള്ളത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ജലീൽ? ഇനി ഈ വെള്ളി, ശനി, ഞായർ എന്നീ 3 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇനി ഈ കുടുംബത്തിന്റെ അഭിഭാഷകനുമായിട്ട് ഇന്ത്യൻ എംബസി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ റിയാദിൽ ഇല്ല, ഈ സൗദിക്ക് പുറത്താണ്. അദ്ദേഹം എത്തിയ ഉടനെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. അല്ലെങ്കിൽ ഒരു വിർച്വൽ മീറ്റിംഗിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ചർച്ചയിൽ നിന്നാണ് മറ്റുള്ള തുടർ നടപടികൾ തീരുമാനമാവുക. എന്തായാലും ഈ 15-ാം തീയതിക്ക് മുമ്പ് ഫണ്ട് റൈസ് ചെയ്തു എന്നുള്ള രേഖകൾ ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്നുള്ള ഫണ്ട് സൗദിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇന്ത്യൻ എംബസി, ഈ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് നടത്തേണ്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നാട്ടിൽ സ്വരൂപിച്ച ഫണ്ടും അതോടൊപ്പം തന്നെ സൗദിയിൽ തന്നെ സൗദി റിയാലായിട്ടും മറ്റ് വിദേശ കറൻസിയായിട്ടും സ്വരൂപിച്ച ഫണ്ടും ഉടൻ തന്നെ റിയാദിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. അത് എത്രയും പെട്ടെന്ന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ശരി. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയുള്ള 2 ദിവസങ്ങളാണ് മുന്നിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ നടപടികളിലേക്ക് കടക്കും. ഏതായാലും അബ്ദുറഹ്മാന്റെ മോചനം സാധ്യമാകുന്ന തരത്തിലേക്ക് പണം സ്വരൂപിക്കാൻ, സമാഹരിക്കാൻ നല്ലവരായ നാട്ടുകാരുടെ സുമനസ്സുകളുടെ ഇടപെടൽ കൊണ്ട് സാധിച്ചിരിക്കുന്നു. ആ ഉമ്മ അത്യധികം സന്തോഷത്തിലാണ്. 18 വർഷം മുൻപാണ് ഉമ്മ തൻ്റെ മകനെ അവസാനമായി കണ്ടത്. അന്നാണ് അവസാനമായി പെരുന്നാൾ ആഘോഷിച്ചതും. ഇനിയിപ്പോൾ ഈ കടന്നുപോയ പെരുന്നാൾ ദിനങ്ങളിൽ, നോമ്പുകാലത്ത് ഇപ്പോഴും ഉമ്മ വ്രതാനുഷ്ഠാനങ്ങളിൽ തന്നെ
കഴിയുകയാണ്. ദൈവത്തിൻ്റെ കൃപ എന്നാണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഏതായാലും ആളുകൾ ഒന്നടങ്കം ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലുങ്കൽ മുഹമ്മദ് രക്ഷാധികാരിയായിട്ടുള്ള അവിടെ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അവർ പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഇനി തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാകണം എന്ന കാര്യത്തിലുള്ള ആലോചനകളും നടക്കുകയാണ്. രാഹുൽ സുരേഷ് നമ്മളോടൊപ്പമുണ്ട്. രാഹുൽ, ഇപ്പോൾ മുഴുവൻ തുകയും ഇപ്പോൾ സമാഹരിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ രാഹുൽ. അപ്പോൾ ഇനി സംഭാവനകൾ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നേരത്തെ തന്നെ ഈ ഓഡിറ്റിങ്ങിൻ്റെ സമയമായതുകൊണ്ട് അതിനുശേഷം ഇനി ആവശ്യമുണ്ടെങ്കിൽ ആരുടെ സഹായധനം മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ മുഴുവൻ തുകയും ആയതുകൊണ്ട് ഇനി ആരും സഹായിക്കേണ്ടതില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഗോപി, അതിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇനി പണം നൽകേണ്ടതില്ല. അതായത് ഗൂഗിൾ പേ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വഴിയോ അബ്ദുൾ റഹീമിന്റെ അക്കൗണ്ടിലേക്ക് അബ്ദുൾ റഹീമിന് സഹായമായി ഇനി ആരും പണം നൽകേണ്ടതില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. 34 കോടി രൂപ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അല്പം മുമ്പ് സഹായനിധി അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടത്. ഈ 34 കോടി രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്താണ് തുടർ നടപടി? ഇനി തുടർ നടപടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എത്രയും ഈ ക്യാഷ് ഫുള്ള് എത്രയും പെട്ടെന്ന് സൗദിയിൽ എത്തിക്കണം. എന്നിട്ട് അത് പിന്നെ അതുകൊണ്ട് കോടതി അതോറിറ്റിക്ക് കൈമാറി കഴിഞ്ഞിട്ട് അതിന് ശേഷം ലീഗലായിട്ട് കുറച്ച് ഫോർമാലിറ്റികളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇറങ്ങി വരും എന്നാണ്. അതിനെല്ലാവരും പ്രാർത്ഥിക്കുക. സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് വിഷമഘട്ടങ്ങളാണ് നമ്മളത് കഴിഞ്ഞു പോയത്. ഇപ്പം വളരെ സന്തോഷത്തിൻ്റെ ഘട്ടങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ആ കുടുംബത്തിനും ഇവൻ റഹീമിൻ്റെ കുടുംബം ഈ പണ്ടാവോ എന്നുള്ളതിലേക്ക് എന്നും അവർക്ക് ദുഃഖമായിരുന്നു. ഞങ്ങൾക്കും ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റാത്ത ഒരു സംഖ്യ ആയിരുന്നു. എന്തോ എല്ലാവരും നമ്മളെ നാട്ടിലും മറുനാട്ടിലുമുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി ആഞ്ഞു പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് ലക്ഷ്യം കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അതിനെല്ലാവരോടും നന്ദി പറയുകയാണ്. നമ്മുടെ പ്രാദേശിക കമ്മിറ്റിയുടെ ട്രഷറാണ് ഈ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എത്ര ദിവസം ഏകദേശം കാത്തിരിക്കേണ്ടി വരും അബ്ദുൾ റഹീമിന് നാട്ടിലെത്താൻ? ഏകദേശം അത് 2 ആഴ്ച അല്ലേ, 1 മാസം കറക്റ്റ് പറയാൻ കഴിയില്ല. കാരണം ഞങ്ങളല്ലത് മേൽ കമ്മിറ്റിയാണ് അത് ചെയ്യുന്നത്, ഞങ്ങളിവിടെ നാട്ടിലെ കളക്ഷനും കാര്യങ്ങളും. ശരി, ഇപ്പോൾ 34 കോടി രൂപ സമാഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തുക സൗദിയിൽ എത്തിക്കുക. അത് കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ്, എന്ന ശുഭപ്രതീക്ഷയിലാണ് ഇവിടെ നാട്ടുകാരുള്ളത്. സഹായ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഇപ്പോൾ 24നോട് സംസാരിച്ചത്. ഏതായാലും വലിയ സന്തോഷത്തിൽ ആ ഉമ്മ മകനെ കാത്തിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ മകനെ നേരിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. നോമ്പ് ദിനങ്ങളിലൊക്കെ തന്നെ വ്രതാനുഷ്ഠാനങ്ങളിലായിരുന്നു ആ ഉമ്മയുണ്ടായിരുന്നത്. 18 വർഷങ്ങൾക്ക് മുൻപ് മകനെ അവസാനമായി കണ്ട സമയത്താണ് പെരുന്നാൾ ആഘോഷിച്ചത്. ഇത് ദൈവത്തിൻ്റെ കൃപ എന്നാണ് ഉമ്മ കാണുന്നത്. അങ്ങനെയാണ് മറുപടി പറഞ്ഞതും. ഏതായാലും ജിദ്ദയിൽ ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇനി ധനസമാഹരണത്തിനായി ആരെങ്കിലും പണം നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരാനുണ്ട്. നമുക്ക് ജലീൽ കണ്ണമംഗലത്തിലേക്ക് പോകാം. ജിദ്ദയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. ചെറിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഇതേ വാർത്തയിലേക്ക് തിരികെ വരാം വളരെ വേഗം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.